ആഴ്ച സമയം വേണമെന്ന് പറഞ്ഞു. ഹലോ, ഇവൻ പോയില്ലേ? ഇവൻ ഡിസ്കോട്രോൾസ് നോക്കുന്ന പറഞ്ഞിട്ട് വന്നിരിക്കണ. എന്തൊക്കെ കാര്യങ്ങളാ സംഭവിക്കുന്നേ. നമ്മുടെ ഗബ്രി പോയി. ഇതാരാ? ഹലോ ഹലോ ബ്രോ, പ്ലേയിങ് സിമുലേറ്റർ ഗെയിം ഇൻ റിയൽ ലൈഫ്. എടാ, ഇതാണ് ഈ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടനാണ് എന്റെ BMW എഞ്ചിൻ ഓവറോൾ ചെയ്ത് തന്നത്, പണിത ആള്. ഞാൻ ചത്ത് ഇതിനകത്ത് കയറി കേട്ടാ. സർപ്രൈസിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവണ്ടേ. ഞാൻ ഇവന്മാരെ കൊണ്ടുപോയി കൊന്നു കഴിച്ചവന്മാരെ. എന്റെ സെൽട്ടോസിന്റെ എക്സോസ് നോട്ട് കേട്ടാ. ഞാൻ ഇവന്മാരെ കൊണ്ടുവന്ന് കൊന്ന് ഇവനെ സ്കൈഡാക്സിനെ മറ്റേ പൂച്ചക്കുട്ടിയെ ഇവന്മാരെ രണ്ടിനെ കൊണ്ടുപോയി കൊന്ന് ഞാൻ. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദ പവർഫുൾ BMW 530 M സ്പോർട്ട് ആണ് ഇത് സ്റ്റേജ് 2 റീമാപ്പ്. ഇത് സ്റ്റേജ് 2 റീമാപ്പ് ചെയ്ത വണ്ടിയാണ്. സ്റ്റേജ് 2 റീമാപ്പ് വിത്ത് എക്സോസ്റ്റ്. ഇതിൽ കയറി എൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ കിളി പോയി. എൻ്റെ അമ്മ ഇജാതി എന്ന് പറഞ്ഞ ജാതി. വണ്ടി എന്ത് പവറാണെന്നറിയോ. ഞാനിപ്പം എൻ്റെ വണ്ടി ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേജ് 2 എന്തായാലും ചെയ്യും. കോഡ് 6 തന്നെ ഇവർ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോഡ് 6 ചെയ്യുന്നത്. കോഡ് 6 ഞാൻ സ്റ്റേജ് 2 റീമാപ്പ് പ്ലസ് എക്സോസ്റ്റ് എന്തായാലും ചെയ്യുന്നുണ്ട് BMW 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട്. ഇത് നമ്മൾ കണ്ടതാ. ക്രെഡിറ്റ് SP ഫോർ അരി വൈറ്റി. ഇവിടെ കൊറേ വാടകളെ കൊറേ പേര് കൊലക്കുന്നു. പബ്ലിക് ടോയ്ലറ്റ് ഇങ്ങനെ നാട്ടുകാർ കയറി ഇറങ്ങി പബ്ലിക് ടോയ്ലറ്റ് ഇങ്ങനെ കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നാണോ മാനം ഇല്ലാത്ത ഇവരെയൊക്കെ എന്താ പറഞ്ഞിട്ട് ഒരു കാര്യം. ഞാൻ വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അവന്മാര് മാറി നമ്മൾ കുഴിഞ്ഞിരിക്കി കമ്പി പിടിക്കും. എടാ, ആ മതില് ചേർത്ത് വെച്ചേക്കുന്ന ആ പോസ്റ്റർ എടുത്ത് മാറ്റടാ. വിളക്കെത്തിച്ചേക്കാൻ തോന്നുന്നു. വിളക്കാണ് ഇതൊക്കെ. അമ്പ സിറ്റിയിൽ മെയിൻ ആണ് കേട്ടോ. ആൾറെഡി നിന്റെ പറമ്പിൽ കുറെ വാഴ ഉണ്ടല്ലോടാ. ഇനി എന്തിനാ നീ വാഴ നടന്നേ? 23 കിലോമീറ്റർ 8 മിനിറ്റ് ഒരിക്കലും മറക്കൂല. അതൊരു സത്യമാണ്. നമ്മള് അതേപോലെ പോയത്. പടത്തിന് പോയതാ. കിടല റോഡായിരുന്നു. കാരണം എന്റെ ഫ്രണ്ട് വരച്ചത് എങ്ങനെയുണ്ട്. ഇതെന്ത് പാട്ടല്ലേ ഗൈസ്. ഇത് കുറെ പേർക്ക് ഈ പാട്ട് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മു, ഇത് എന്ത് വിഷയം. ഈ ഫിലിമിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫീല് മനസ്സിലാവും. എന്റെ അമ്മു കിടിലം പാട്ടാണിത്. നൈസിനാ, നന്നായിട്ട് വരയ്ക്കും. ഗോകുൽ മലപ്പുറം നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. എടാ, ഈ പാട്ടിന് കുറെ ഹൈറ്റേഴ്സ് ഉണ്ടോ. ഞാൻ അത് കുറെ കണ്ടു ഞാൻ. സത്യം പറയാലോ, MH എന്നൊക്കെ കാണുമ്പോ ഇപ്പൊ പേടിയാണ് എനിക്ക്. MH രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ ഇവിടെ കാണുന്നത്. ഈ MH DL ഒന്നും വിശ്വസിക്കരുത് കേട്ടാ. എടാ, ശരിക്കും പറഞ്ഞാൽ ഈ BMW ബെൻസ് എന്ന് പറഞ്ഞ ഒരു വാർ തന്നെയാണല്ലേ. ഞാനത് ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ഓരോ BM എടുത്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ചാറ്റ് നോക്കുമ്പോൾ എപ്പോഴും BMW സെക്ഷൻ ഒരാള്, മറ്റേ ബെൻസ് ഒരു സെക്ഷന്. പക്ഷെ രണ്ടിനും രണ്ട്. ഞാൻ പറയാം, AMG സെഗ്മെന്റിനെ പറ്റിയല്ല ഞാൻ പറയണേ. AMG സെഗ്മെന്റിനെ പറ്റിയല്ല പറയണ ഗൈസ്. നിങ്ങൾ ഒരു
മറ്റേ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അതായത് AMG സെഗ്മെന്റ് അല്ല ഞാൻ പറയണത്, നോർമൽ ഇപ്പൊ BM ഇതിന് AMGക്ക് ഇതിനകത്ത് വരുന്ന അതർ ദാൻ AMG കാറ്റഗറിയിൽ വരുന്ന നോർമൽ ബെൻസ് BMW കമ്പാരിസൺ ഞാൻ പറയണത്. നിങ്ങളൊരു ഡ്രൈവർ ഓറിയന്റഡ് കാറാണ് നോക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ BMW, ഞാൻ ഇപ്പോഴും പറയാം. പക്ഷേ നിങ്ങളൊരു ട്രാവൽ കംഫേർട്ട് അങ്ങനത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ബെൻസ് ആണ്. പക്ഷെ നിങ്ങൾ മെർസിഡീസ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒരു ഭയങ്കര മറ്റേ ഒരു വികാരം അങ്ങനത്തെ രീതിയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഡ്രൈവേഴ്സ് ചോയ്സ് എപ്പോഴും BMW. ഒരു നിങ്ങൾ ട്രാവലിംഗ് കംഫർട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമാധാനം, നല്ലൊരു ഡ്രൈവറൊക്കെ ഉണ്ട് സമാധാനത്തോടെ നല്ല ഇതായിട്ട് കിടന്നു അങ്ങനെ പോകണം ഉദ്ദേശിക്കണമെങ്കിൽ ഇറ്റ്സ് ഒരു ഒബ്വിയസ്ലി ഇറ്റ്സ് എ മെർസിഡീസ്. അങ്ങനെ പറയാൻ നമുക്ക് ഇഷ്ടം മാരുതി. I don't believe in your words. Last time she didn't come to my birthday party. Me still believing in my boys to going for a trip that cancelled before end. ഇത്രയും വർഷമായിട്ട് പ്ലാൻ ചെയ്തിട്ടും നിങ്ങൾ ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്ത ട്രിപ്പ് ഇതുവരെ നടക്കാത്ത ട്രിപ്പ് ഉള്ളവരുണ്ടോ ഇവിടെ? എനിക്ക് കുറെ ഉണ്ടായിട്ടുണ്ട് സത്യം പറയാലോ. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങള് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇപ്പോഴും പോകാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും പ്ലാനിങ്ങിലാ. ഇങ്ങനെ എന്തെങ്കിലും ഒരു മൊണ്ടി ഞങ്ങള് ലാസ്റ്റ് ടൈം ഞങ്ങളെല്ലാരും കൂടെ പോവാമെന്ന് വിചാരിച്ച് തീരുമാനിച്ച് ഇതാക്കിയപ്പോ നമ്മുടെ കൂട്ടത്തിലൊരുത്തന്റെ കാലയില് മറ്റേ സാമാനം മറ്റേ ഇത് കേറി, റോഡ് റോളറിന്റെ ഇതില്ലേ, അതവന്റെ കാലയിൽ കൂടെ കേറി 3 വിരലിന്റെ ഇത് പോയി. എങ്ങനെയാണ് അതിനകത്തൊക്കെ പോയി കേറിയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അത് ഞങ്ങളുടെ ട്രിപ്പ് മുടക്കാനായിട്ടുണ്ടായതാണത്. മനസ്സിലായേ? അങ്ങനെയാണത്. ചില സംഭവങ്ങൾ സംഭവിക്കും. വെറുതെ ഇരുന്ന സാമാനം മുറിഞ്ഞു പോകും ട്രിപ്പിൽ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് ഞങ്ങളുടെ ട്രിപ്പ് മുടങ്ങാനായിട്ട് മാത്രം ഉണ്ടായ ഇൻസിഡൻറ്റാ. അല്ല എങ്ങനെയാണ് മറ്റേ റോഡ് റോളറിന്റെ അടിയിലൊക്കെ കാല് കൊണ്ടുവെക്കണം? ആരില്ലേ കൊണ്ടുവെക്കും? അത് ഞാൻ ആലോചിക്കണേ. എൻ്റെ കൂട്ടത്തിലൊരുത്തനുണ്ട്, കിരൺ എന്ന് പറഞ്ഞിട്ട്. അവന്റെ കാല് റോഡ് റോളർ കയറിയിട്ട് 3 വിരൽ ചതഞ്ഞു പോയതാ. വല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തുവാ എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അങ്ങനെ ഒരാൾ ഉണ്ടാവൂടാ, ഒരു മൊണ്ടിയായിട്ട് ഒരാൾ വരും. ഇതെന്തോ CBSE റിസൾട്ട് 2024 മാർക്ക് ഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ആർ അവൈലബിൾ. എടാ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ഡിജി ലോക്കറിന്റെ. ഹോ എടാ CBSE റിസൾട്ട് വന്നാ? എടാ രാത്രി 12:14 റിസൾട്ട് പബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു. വന്നാ? ഞാൻ പഠിച്ച ജോലിയൊക്കെ എനിക്കും വന്നു എല്ലാവർക്കും വന്നു. എടാ ചാറ്റിൽ എല്ലാവർക്കും വന്നു. ഡിജി ലോക്കർ ഉള്ളവർക്ക് എല്ലാവർക്കും വന്നു അല്ലേ? ഗൈസ് നിങ്ങൾ ഡിജി ലോക്കർ എടുത്തു വെച്ചിട്ടുണ്ടോ? അറിയാത്തവരോട് ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. എല്ലായിടത്തും പറയാം. 2 സംഭവങ്ങൾ. നിങ്ങൾ ഒന്ന് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഡിജി യാത്ര, ഒന്ന് ഡിജി ലോക്കർ. കുറച്ച് ഇൻഫോർമേറ്റീവ് സാധനമാണ് നമ്മുടെ ലൈവ് പറയണമല്ലോ. ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണ രീതിയിലത്തെ ഉള്ള നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് ഫോണിൽ ഡിജിറ്റലി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വാലറ്റാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് നമ്പറോ, നിങ്ങൾക്കിപ്പോൾ ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആധാർ അവിടെ റിട്രൈവ് ആവും. അതുപോലെ ഓരോന്നും അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ്, നിങ്ങൾക്കൊരു ലൈഫ് ടൈമിൽ നമ്മുടെ നോർമൽ ലൈഫിൽ വേണ്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഓൺലൈനായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഡിജി യാത്രയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ട്രിവാൻഡ്രത്തൊക്കെ ഉടനെ തന്നെ വരും. ഡിജി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബോർഡിംഗ് പാസ് ജസ്റ്റ് അതിലൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട്, അതായത് നോർമലി ഒരു എയർപോർട്ടിനകത്ത് കയറണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ID പ്രൂഫും അതുപോലെ തന്നെ ടിക്കറ്റും കാണിക്കണം. അതൊന്നും വേണ്ട. നിങ്ങൾ നേരെ പോവുക. പ്രൊമോഷൻ ഒന്നും അല്ല. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? ഇതൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണ്. കാരണം ഭയങ്കര ഉപകാരമുള്ള സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഡിജി യാത്ര ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ബൂത്ത് ഉണ്ടാവും. അതുവഴി നിങ്ങൾക്ക് എയർപോർട്ടിനകത്ത് കയറാം, സെക്യൂരിറ്റി ചെക്ക് ചെയ്യാം, ഫ്ലൈറ്റിന്റെ ക്യൂ എല്ലാം സ്കിപ്പ് ചെയ്യാം. കുറേ ക്യൂ സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഉപകാരപ്പെടും. ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. നല്ല ഉപകാരമുള്ള സാധനമാണ്. When you realize
Love isn't texting all night. It's 4-wheel with an engine. വണ്ടിക്ക് വണ്ടിയും പെണ്ണിന് പെണ്ണും വേണം എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ സത്യം. വണ്ടിയെ സ്നേഹിക്കുന്നതൊക്കെ അടിപൊളിയാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും വണ്ടിയെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യു നോ വാട്ട് ഐ മീൻ. അത് വളർന്നു നിനക്ക് സാധനം മുളയ്ക്കുമ്പോ പറഞ്ഞുതരാം ഞാൻ, കേട്ടാ. എല്ലാത്തിനായിട്ട് സാധനം വേണം, മനസ്സിലായ? അതേ ഉള്ളൂ. എല്ലാം ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രൈസ് ഉള്ള സാധനമാണ്, പക്ഷെ സൈലൻസേഴ്സ് ഒന്നും അടിച്ച് തിരിക്കണം നിന്നെ, കേട്ടാ. ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അയ്യോ സത്യം, ഞാൻ ഇവിടെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്ത് സിമ്പിൾ ആണല്ലേ ആള്. ഹോമിലൊക്കെ എന്തൊരു അഭിനയോടാ അല്ലേ. കരഞ്ഞോ? ആണോ ഇതെന്റെ ന്യൂ വർക്കാണ്. ഹോപ്പ് ലൈക്ക് ഇറ്റ് റൈറ്റ്. ഇത് നീ എന്തിനു ചെയ്തതാ? റീക്യാപ്പ്. Oh shit. Here we go again. വെള്ളം കുടിക്കുക, എല്ലാവരും വെള്ളം കുടിക്കേ. ഇത് GT ആണോ? ബ്ലെൻഡർ അൺറിയൽ എഞ്ചിനാണോ? ബ്ലെൻഡർ അല്ല. എടാ ഇവ ഓരോ ദിവസം കഴിയുമ്പോ ദൈവമായി വരണം. ഇത് ഉണ്ടാക്കിയതാണോ ഇവൻ? എടാ റെട്രോ എഫക്ട്സ്. എടാ ഇവ ഓരോ ദിവസം നീയായിട്ടാണ് ഇത് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അണ്ണൻ പറഞ്ഞ് യൂസർ ഐ ഡി കുറച്ച് സിമ്പിൾ ആക്കാൻ, വ്യൂവേഴ്സ് ആക്കാൻ, സോ ഐ ക്യാൻ ചേഞ്ച് ടു റെട്രോ ഡിസൈൻസ്. മോനെ നീ ദൈവമാണ്. നീ ഇത് ചെയ്തെങ്കിൽ നീ ദൈവമാണ്. സത്യം പറയാം, ഒരു രക്ഷയില്ല. കിടിലം. നീ ഓരോ ദിവസവും നീ മറ്റേ ദൈവമായി വരണം. ഇത് ഈ എഡിറ്റിംഗിൽ നിന്റെ ഫസ്റ്റ് വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോഡ് ലെവൽ ഇംപ്രൂവ്മെന്റ്. എന്റെ അളിയാ അണ്ണ വേസ് ഒണ്ണസിന്റെ ബേസ്. ഇതിനകത്തൊക്കെ എങ്ങനെ കയറി ഇരിക്കൂടാ? ഇതിനകത്തൊക്കെ എങ്ങനെ ഇത് ഇതാക്കാൻ പറ്റും? ഇതൊക്കെ കിക്കറാണ്. എന്തോടാ ഓക്സി? ഞാൻ വരാം. ഓക്കേടാ. കിക്കറാണല്ലേ? എന്റെ സെൽട്ടോസിലിരിക്കുന്നത് കിക്കറാണ്. സത്യം പറഞ്ഞ കേരളത്തിലൊക്കെ സ്പീഡാണോ ഓക്സിയാണോ എൻ്റെ അടുത്ത് പറഞ്ഞേ താഴോട്ട് വരാൻ? രണ്ടുപേരും പറഞ്ഞ. അതാ ഞാൻ പറഞ്ഞേ സ്പീഡാണോ അതൊന്ന്. അല്ലടാ ഓക്സി ഉണ്ടായിരുന്നു. എടാ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഇഷ്ടം പോലെ വെഹിക്കിൾ എന്തൂസിയാസ് ഇഷ്ടം പോലെ ആയി തുടങ്ങിയടാ. നമ്മുടെ ഇവിടുത്തെ വണ്ടിയുടെ ഒക്കെ ലെവലേ മാറി. സത്യം പറയാലോ, ഒരു ടോക്കിയോ ആയി വരുന്നുണ്ട് നമ്മൾ. Mobile games never teach you anything, but PUBG teach. Never excuse a person who harms. Free Fire teach the olden days is the golden days.
COC teach good things take time. അയ്യോ സത്യം എന്റെ ആളിയ മറ്റേ കാനോണും മറ്റേ അതൊക്കെ പണിയാൻ എത്ര ദിവസം ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ അലാറം വെച്ച് എണ്ണീറ്റിട്ടുണ്ട്. ഒരു ഗെയിം കളിക്കാൻ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ലാഷ് ഓഫ് ക്ലാൻസിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഇപ്പോഴും വാലോറന്റ് ഗ്രൈൻഡ് ചെയ്യാനാണേലും വാട്ടവർ എന്ത് ഗ്രൈൻഡ് ചെയ്യാനാണേലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അലാം വെച്ചിരുന്ന് എണ്ണീറ്റ് ഗെയിം കളിച്ചിട്ടില്ല. പക്ഷേ അലാം വെച്ചിട്ട് നമ്മൾ ഓർത്തിരുന്ന് ഓരോ സമയം, അതായത് ടൗൺ ഹാൾ ആയിക്കോട്ടെ, എല്ലാം കാനോൺസ് ആയിക്കോട്ടെ, എന്ത് സാധനം ആയാലും നമ്മളൊരു പ്രോപ്പർ ടൈം ഇടയ്ക്ക് കയറി നോക്കിയത് എപ്പോൾ തീരും എന്നിട്ട് ഞാൻ റിമൈൻഡർ വെച്ച് എണ്ണീറ്റ് ഒറ്റ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് മാത്രമാണ്. Mobile teach be strong, be brave like a soldier. Minecraft teach be creative. അത് ഭയങ്കര സത്യമാണ് കേട്ടോ. COC ആൻഡ് മൈൻക്രാഫ്റ്റ് ആക്യുറേറ്റ് ആണ്. സത്യല്ലേ? COC മൈൻക്രാഫ്റ്റ് Among Us teaches don't trust on stranger. ഇത് ഓൺ പോയിന്റ് ആക്യുറേറ്റ് ആണ്. Still playing TH13. എടാ ഇപ്പൊ എത്ര ടൗൺ ഹാൾ വരെയൊക്കെ വന്നടാ? ഇപ്പൊ 14 വരെയാണോ? ഇപ്പൊ ഇവിടെ കളിക്കുന്നവരോട് ചോദിച്ചോ. ഇപ്പൊ 16 ആടാ, 16 വരെ ഒന്നെന്ന്. 16 ടൗൺ ഹാളോ? എന്റെ അമ്മോ. ഞാൻ 10 മാക്സ് ആയിരുന്നു എന്റെ 10 മാക്സ് ആയിരുന്നു. எவ்வளவு டைம் ஆச்சுன்னு உங்களுக்கு தெரியுமா? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்ல நான் விட்டுட்டு போயிடு. துறக்கடா கொஞ்சம் தள்ளுங்க. டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட். ഓ ഹായ് ഇവിടെ പ്ലെന്റി ഓഫ് ഹായ് ഉണ്ട്. ഏതാ സ്കൈഡാക്സിന് ഒരു സാധനം ഇട്ട് കൊടുക്കട്ടെ ഇവന്റെ. എനിക്ക് ഇളക്കാണ്ട് ഈ വീഡിയോ കാണണമെന്ന്. സ്കൈഡാക്സ് ആണ് എന്റെ പണ്ടത്തെ ഡെൽറ്റ. മനസ്സിലായ? മറ്റേ അവനെ തല്ലി കൊന്നാരേലും ഡെൽറ്റേനെ ആത്മഹത്യതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. സത്യം അവൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ഇട്ടിട്ട് പോകണ്ട. അപകട മരണത്തിനും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ചത്തത്? ഡെൽറ്റ ഞാൻ തന്നെ വിഷം കൊടുത്താണ്. സത്യം ഇല്ലടാ, അവനിപ്പോ കൊറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും അവനായിരുന്നു എല്ലാത്തിനും തുടക്കം. ലൈക്ക് ഒരു ഹോണസ്റ്റ് മോഡറേറ്റർ, അല്ലെങ്കിൽ അങ്ങനെ നിന്നൊരു എന്റെ ലൈഫിൽ അങ്ങനെ നിന്നൊരു മോഡറേറ്റർ അവനായിരുന്നു. എന്നെ മോഡറേറ്റർ എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് പോലും അവനാണ്, ഡെൽറ്റയാണ്. അത് പറയാതിരിക്കാൻ പറ്റൂല. പറ്റുന്നില്ല തീരെ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. നിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ശരി, എനിക്ക് വിഷം ഡയറക്ടറിന്റെ സ്വഭാവത്തിനാണ് കൺഫേം വിഷയമാണ്. ഈ നായിന്റെ മോനെ ഞാൻ കൊന്നുകളയും. സത്യം അതായിരിക്കും മനസ്സിൽ പറയണ കേട്ടാ. ഇതിന് വിഷം മിനിമം. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. Delta is love in the chat guys. Delta love in the chat guys. ഏതോ ഡൈഹാർഡ് ഡെൽറ്റ ഫാൻ ആണ് ഇതിട്ടത്. ഏതോ ഡൈഹാർഡ് ഡെൽറ്റ ഫാൻ. എടാ ഡെൽറ്റ, we miss you ഡെൽറ്റ. എടാ ഇങ്ങോട്ടേക്ക് വരുന്നു. ഫ്രണ്ടില് സൈക്കോ കില്ല്. എന്തൊക്കെ ഉണ്ടേല് വിശേഷങ്ങൾ പറ. ഞാനിപ്പോ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ടീം ഉണ്ടെണ്ണ. നിനക്കൊരു ടീം ഉണ്ടോ ഇവിടെ? പേരൊന്നും പക്ഷെ നിങ്ങൾക്ക് ഉടനെ അറിയും. എനിക്കറിയാം, MBA എന്നല്ലേ പേര്. മുതുക്കുവാന്നൊക്കെ. മുത്തുപാണ്ടിയുടെ മോൻ അമ്പത്തൂര്. ഞാനൊരു കാര്യം പറയട്ടെ. കേട്ട് നിക്കാതെ എന്തൊരു തൊണ്ട ഇത്.
ബ്ലഡ് പ്രഷർ. ആ തന്തയുള്ളവരെ പറയുമ്പോ തന്തയ്ക്ക് കൊള്ളു ഇവർക്ക് മനസ്സിലായി. തന്തയ്ക്ക് കൊള്ളു, നിനക്ക് തന്തയില്ലാന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ കൂടെ നടന്ന എലിയായിരുന്നു അത്. ഞാനൊരു അധോലോകമായി മാറുന്നുണ്ടെന്നാണ്. സിറ്റിയിലെ ഏറ്റവും വലിയ തീട്ട അതോലൊക്കെ നിങ്ങൾ തന്നെ. അപ്പൊ ഇപ്പൊ ഇവിടെ ഉള്ള തീട്ടങ്ങളെ കാട്ടി വലിയ തീട്ട വരും. സ്നേഹം കൊണ്ട് പറയണം. ഇടയ്ക്കൊക്കെ വരും, ആവതോളം വാങ്ങിക്കും, തിരിച്ചു പോകും. അതൊരു പ്രത്യേക സന്തോഷമാണ് എലിക്ക്. പക്ഷെ ഇനി അവിടെ വന്നാണ്ടല്ലോ ബാക്കി അന്ന് ഈ ബാലി ഒരു കുലി കളഞ്ഞാൽ നിനക്ക് സ്റ്റീല പകുതി വള്ളി ഒഴിവാ. പാല് വെട്ടാൻ വന്നിട്ടുള്ള പലവന്മാരും മുതുക്കിയിപ്പോണ്ട്. പക്ഷെ ഒരുത്തിന് പോലും തൊടാൻ പറ്റിയിട്ടില്ല. തൊട്ട അവന്മാർക്ക് അറിയാം, അവന്മാര് നാറു. തീട്ടത്തിന് ആരെങ്കിലും തൊടുവോ? സരക്ക് ഞാനില്ലാത്തോണ്ട് കേട്ടോ കുറച്ച് എലിയെ വിറ്റാണെന്ന് തോന്നുന്നു ഇപ്പൊ പുതിയ ഷോർട്സ് ഒക്കെ. സരക്കിന്റെ എഡിറ്റേഴ്സ് ഒക്കെ മൊത്തം ഇതാണ്. ബ്രോ കാഷ്വലി വൈപ്പിംഗ് ഓൾ ലോബി. ഞാൻ എന്തിനാ കണ്ണെടുക്കുന്നേ? ഞാൻ എന്തിനാ ആമ കൊടുക്കുന്നേ? ഇത്ര കളി ഞാൻ ഗണ്ണ് ആമോയി മാറ്റിയിട്ട് ബോംബ് മാത്രം എടുത്ത് നോക്കിയാലോ. തട്ടി തോന്നുന്നുണ്ട്. ഞാനൊക്കെ എവിടെ എറിഞ്ഞാലും അത് ഒന്നി എന്റെ തലയില്. How about adding some Malayalam lines to this song? Welcome Leah. Welcome Leah, welcome Leah, welcome Leah, mere nadan dil. Ninchiridan miriyum mugamenn jagamage തിരനുരയും നിന്നിൽ അലിയാൻ ഞാനീതാ. നിറമണിയ പൂവുകളുലയുന്നു നിറമാലേ. ഇനി എന്നിൽ തെളിയും തിരിയായി നീ ജന്മവും എൻ കൂടെയാ. ഇനി എന്നുമേ നിറതിങ്കളായി നീ മാറിയിടുമോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൈരളിപ്പുണ്ടകളൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഉണ്ടല്ലോ, പുഷ്പയ്ക്ക് ചില സാധനമുണ്ട്, പുഷ്പയ്ക്ക് ചില സാധനം ഇല്ല എന്നൊക്കെ മലയാളത്തിൽ എഴുതുന്നതിലൊക്കെ ഒരുപാട് ഫാർ ബെറ്റേഴ്സ് ആണ്. ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കയ്യിൽ കുറച്ച് ഈ മറ്റേ പാൻ ഇന്ത്യ ഒക്കെ ഇറങ്ങുന്ന ഫിലിംസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരിലൊക്കെ കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹിഷാം ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, ഹിഷാം ഈ പുള്ളി കുറെ ഇങ്ങനത്തെ നല്ലത് ചെയ്തിട്ടുണ്ട് സത്യമായിട്ടും. സുനിമോനോ ഇതെന്തൊരു സ്വപ്പം മ്യൂസിക് കേൾക്കാം. ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. ഇതാണ് എന്തിനുണ്ട് 2-3 റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി അതേഴ്സ് എക്സൈറ്റഡ് അബൌട്ട് ന്യൂ വെരി എക്സ്ക്ലൂസീവ് ആൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും അല്ലെങ്കിൽ ചിലപ്പം ടി വിയിൽ വരാൻ സാധ്യതകളൊക്കെ ഉണ്ടാവാം. Me who still believe in these two guys come back. ആര്? ഞാനാ പറഞ്ഞ ഞാനല്ലേ അത്? അണ്ണൻ തിരിച്ചു വരണ്ടേ? ആക്റ്റീവ് ആവണ്ടേ? അതാ ഉദ്ദേശിച്ച. മറ്റേ പയ്യനാരാ? പ്രൊഫസർ. ഇത് അല്ലല്ല, ഇത് വേറൊരു പയ്യനാ. ഇത് പ്രൊഫസർ അല്ലേ? ഇത് ലോക്കിയോ? ലോക്കി പ്രൊഫസർ ആണോ? ഇത് ആരാണ്? ഇത് ലോക്കിയാണോ? അല്ലണ്ണ, സംഭവം മനസ്സിലായില്ലേ? പ്രൊഫസറിന്റെ പിന്നാമുടിയാണത്. ഓ ഇത് പ്രൊഫസറിന്റെ പിന്നാമുടി. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ. ഓ പ്രൊഫസർ. എടാ ലോക്കിയുടെ എവിടെയാണ്? ഞാൻ കണ്ടിട്ടില്ല പയ്യനെ. ലോക്കിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ലോക്കിയുടെ അടുത്ത് വെയിറ്റ്. ലോക്കി ബോട്ട്. ലോക്കി എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചായിരുന്നു. ഞാന് അണ്ണാ എനിക്ക് കുറച്ചുകൂടെ ടൈം വേണം അണ്ണാ, ഞാൻ വരാം, കുറച്ച് സിറ്റുവേഷനാണ്. സോ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാം സോർട്ട് ചെയ്തിട്ട് ഉടനെ
അണ്ണൻ്റെ അടുത്തോട്ട് വരാം, ഉറപ്പായിട്ടും വരും. അണ്ണൻ ഓർത്ത് മെസ്സേജ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ടായിരുന്നു വേഗം തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ മെസ്സേജ് അയച്ചായിരുന്നു. കുറേ ഇഷ്യൂസിൻ്റെ ഇടയ്ക്കൊക്കെയാണ്, കുറേ പേഴ്സണലി അല്ലെങ്കിൽ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും, നമുക്ക് വരുമെന്ന് വിശ്വസിക്കാം. Okay, you have to send this. Nowadays, Willy, you have to send this. ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. അങ്ങനെ വാക്ക് വിശ്വസിക്കരുത്. ചിരിച്ച് ചത്തേട്ടാ കണ്ണാപ്പി ഇവനോട്. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാൻ കൂടെ താമരാക്ഷനെ ഇങ്ങോടെ താമരാക്ഷന്റെ എല്ലാവരും അറിയും. മനസ്സിലായില്ല? ഒരു ക്ലൂ തരാം. ഇത് ചെയ്ത പയ്യൻ അത്യാവശ്യം കുറച്ച് ടാലന്റഡ് പയ്യനാണ്, അതുകൊണ്ട് ഞാൻ അവനെ ഒന്നും പറയണില്ല. ഇവനെ കൊണ്ട് പക്ഷെ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് മറ്റേ ചന്തിമുഖം മുണ്ടച്ചയാണ്. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. അവൻ മലപ്പുറത്ത് വണ്ടി സെറ്റാക്കിയിട്ട് വരട്ടവൻ. OG ബാലങ്കേ നായർ. അതിപ്പോ സാൻഡ്രോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എന്റെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. അപ്പൊ സാൻഡ്രോ ഞാൻ കുറെ നാളായിട്ട് സാൻഡ്രോനോട് കണ്ടതാ, ഇതെനിക്ക് മോഡറേറ്റർ അയച്ചു തന്നായിരുന്നു. വിചാരിച്ചിങ്ങനെ ഇരിക്കുവാ. ഇവനെ കൊച്ചിനോട് കളി ചോദിക്കും. അത് മറ്റേ സാൻഡ്ര ആയോണ്ട് പിന്നെ കുഴപ്പമില്ല. സാൻഡ്രോനോട് കുറച്ച് നാളായിട്ട് പറയണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. സാൻഡ്രോന് എനിക്കൊരു കളി തരാവോ? എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അല്ലാതെ ഇവൻ പറയത്തില്ലായിരുന്നു. സാൻഡ്ര പോയ ഈ അടുത്ത പ്രശ്നം ഈ ചോദ്യം വരാതെ എനിക്ക് അറിയാറുണ്ട്, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യാഞ്ഞ്. കാശി കൂട്ട ഇന്നലെ വൈകിട്ട് സാഹിബിനെ കൊണ്ട് ഞങ്ങള് BMW കറങ്ങാനൊക്കെ പോയി. സാഹിബ് ഞങ്ങൾക്ക് ഓറിയോ ഷേക്ക് ഒക്കെ മേടിച്ചു തന്ന് ഇടയ്ക്ക്. ഞാൻ രാത്രി 1 മണി 2 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. റിയൽ ലൈഫ് ബുള്ളറ്റ്. എടാ ഇത് ഞാൻ കണ്ടതാ. ഇത് റെഡ് ബുള്ളിന്റെ അല്ലേ? അതല്ലേ ഇത്? അതന്നെ റെഡ് ബുള്ളിന്റെ ഇത് ഞാൻ കണ്ടതാ. എന്ത് മൈൻഡ് ആയിരിക്കും. ആവറേജ് സ്പീഡ് ഓഫ് 245 km/h. ലേസർ ഫോക്കസ്. മേളിൽ തട്ടിയാ മരിച്ചല്ലേ? എടാ ഇത് ക്രാഷ് ആയ ആള് ചത്തുന്ന് കൂട്ടിയാൽ മതി. ഇതിന്റെ മേളിൽ നിന്നല്ല, ഒരു സൈഡ് എവിടെയെങ്കിലും തട്ടിയ ആള് ചത്തുന്ന് കൂട്ടിയാൽ മതി. വേറെ അതിൽ കൂടുതൽ വേറെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. 245, 250, 60 km/h ഇത് പോയിക്കൊണ്ടിരിക്കണത്. നോക്ക്, 303 km/h. പുള്ളിക്ക് ഒരു കൂസലും ഇല്ല. റെഡ് ബുള്ളിന്റെ കുറെ അഡ്വഞ്ചറസ് വീഡിയോസ് ഉണ്ട് ഗൈസ്. റെഡ് ബുള്ള്, ഗോപ്രോ, ഇവരുടെയൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. ഇവരുടെയൊക്കെ വീഡിയോസ് കാണണം നിങ്ങൾ. മറ്റേ എക്സ്ട്രീം ധൈര്യമുള്ള, നമ്മളൊക്കെ മറ്റേ സ്വപ്നം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണണമെങ്കിൽ ഗോപ്രോ, റെഡ് ബുള്ള്, ഈ ബ്രാൻഡ്സിന്റെയൊക്കെ വീഡിയോസ് നോക്കിയാൽ മതി. അണ്ണ അലനും പെണ്ണായ അണ്ണാന്നോ? അലൻ സിയർ. എന്താ അങ്ങനെ ഒരു വർത്താനം? അലന് പിന്നെ പെണ്ണാ? ബാക്കി നോക്കിയ അതെ ഇതായിരുന്നു സാധനം. ഞാൻ പറഞ്ഞ ഞാൻ ഇന്നത് സ്കിപ്പ് ചെയ്ത്. ഞാൻ ശരിക്കും വിചാരിച്ച അലൻ മറ്റേ കൊച്ചിന്റെ കൂടെ വെളിയിലെങ്ങാണോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. വെറുതെ അല്ല നിനക്ക് പെണ്ണ് കിട്ടാത്തത്. എന്ത് ചന്ദ്രൻ. അതിലാ ഭയങ്കര മിടുക്കനാ. ഈ സോളോ RP ചെയ്യണതിൽ
ഏറ്റവും കിടിലെന്ന് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ആരാന്ന് ചോദിച്ചാൽ അത് കണ്ണാപ്പിയ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രന. സോളോ RP കിങ് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണാപ്പിയാണ്. അത് പഴയ ആൾക്കാർക്ക്, പഴയ കണ്ണാപ്പിയുടെ ലൈവ് കാണുന്നവർക്ക് അറിയാം. സോളോ RP കളിക്കുക, സോളോ എന്നല്ല, സോളോയും പോട്ടെ, അത് റാൻഡോ ആയിക്കോട്ടെ, റാൻഡോ RP ചെയ്യാനാണെങ്കിലും കണ്ണാപ്പി അതിൽ പ്രൊഫഷണലാണത്. പിന്നെ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സുനിമോൻ ഇവരൊക്കെ സോളോ RP ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ശരിക്കും പറയാമല്ലോ. ഞാൻ ഗോഡ് കാട്ടുകോഴി എന്ത് ഇവിടെ ഒരുപാട് പേർക്ക് പിന്നെ ഇഷ്ടം ഓൾറെഡി. അതിനെന്താ ഒരാൾക്ക് ഒരാളോട് ജീവിക്കാൻ പറ്റുമോ? അവര് വിഷമിക്കും ഇവര് വിഷമിക്കുന്ന പറഞ്ഞ സ്വന്തം ഇഷ്ടം. എനിക്കും അങ്ങനെ ആരും വിഷമിക്കും പറഞ്ഞിട്ടൊന്നുള്ള കാര്യല്ല. ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ്. അതാണ് അതില് ഉൾപ്പെടെ ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് ഇവരുടെ അടുത്തൊരു ക്രഷ്. പോയി ചാരി നിക്കുന്ന നോക്ക് ഒലിപ്പീര് കാട്ടുപോയി. ഒരു കാര്യം, നീ ഇവളുടെ പാവാടക്കകത്താന്ന് എനിക്കറിയാടാ കെവിനെ. ഞാൻ പറയാം, ഞാൻ ഇൻഫ്ലുവൻസർ ആണോ എന്താണേലും സോഷ്യൽ മീഡിയയിൽ നിൽക്കണോ ഇതാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. അധികം പ്ലേ ചെയ്യത്തില്ല, അത് വേണ്ട. അത് ഞാനൊരു ഇതില് പറഞ്ഞ ഞാൻ ഇന്ന് എനിക്ക് കുറെ ടാഗ് വന്നായിരുന്നു ഇതിന്റെ. നീ വിട്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ച് മെൻഷൻ ചെയ്യിപ്പിച്ചു ആണല്ലേ? അത് പിന്നെ സത്യമാണ്. തന്തലാഴി പറഞ്ഞ ആരാണെങ്കിലും ഞാൻ പറയും. മൈ ബ്രോ ഇതൊക്കെ എടാ സത്യം പറഞ്ഞുണ്ടല്ലോ, ജീവിക്കുവാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. വെളിയിൽ നമ്മള് എന്താ പറയാ, അതാകുമ്പോ കുറച്ച് ബന്ധുക്കള് മറ്റേ പൈസ ചോദിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കൂട്ടം ഓഫ് ബന്ധുക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ ഒഴിവായി കിട്ടും. വെളിയിൽ നോക്കുമ്പോ അവൻ ഇപ്പോഴും ഗതി പിടിക്കാതെ ഇങ്ങനെ കിടക്കണം. അകത്ത് നമ്മൾ ഈ സെറ്റപ്പിൽ ജീവിക്കണം. അതാകുമ്പോ ഒരുത്തനും ആവശ്യമില്ലാത്തവന് കൊടുക്കണ്ട, ആവശ്യമുള്ളവർക്ക് നമുക്ക് തോന്നുന്നവർക്ക് കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം. മനസ്സിലായോ ബ്രോ? ഈ പറയുന്നതെല്ലാം സത്യമല്ലേ? എന്നിട്ട് എന്തിനാ നമ്മുടെ നാട്ടിലെ വിവരമില്ലാത്ത ഗേൾസ് സൗത്ത് കൊറിയയിലേക്ക് പോകുന്നേ? തമിഴ്നാട്ടിൽ പോയ മട്ടൻ ബിരിയാണികളും കിട്ടുമായിരുന്നു. BTS കാണുന്ന തന്നെ ജീവിത ലക്ഷ്യമായിട്ട് വെച്ച് നടക്കുന്ന കുറെ BTS സംഖ്യകൾ കേരളത്തിൽ. കുറച്ച് ദിവസം മുമ്പ് 13 വയസ്സായിട്ടുള്ള കുറച്ച് പെൺകുട്ടികളെല്ലാവരും കൂടി കൊറിയയിൽ പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിലാണ് 13 വയസ്സുള്ള പിള്ളേരുള്ള കൊറിയ പോവാനാ? ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാ നിൽക്കണ? കൊറിയ പോവാൻ ട്രെയിൻ ഉണ്ടെന്ന് വിചാരിച്ചാ? പണ്ട് നമുക്ക് ബ്രിട്ടീഷ് ആർമികളായിരുന്നു പേടിണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് BTS ആർമികളെ. കൊറിയയിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇന്ത്യക്ക് വന്നപ്പോ അവന് സെലിബ്രിറ്റിനെ പോലെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് അടക്കം കൊടുത്തു ഇന്ത്യക്കാർ. പക്ഷെ കൊറിയയിൽ പോയി ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു ഇന്ത്യൻ ടീച്ചറെ കുട്ടികൾ തൊടാൻ അറക്കുന്നു. ഇതും അങ്ങ് കൊറിയയിൽ തന്നെയാണ്. ഇന്ത്യക്കാരെ അവിടുത്തെ തുണിക്കടകളിൽ തുണികൾ തൊടാൻ പോലും അനുവദിക്കുന്നില്ല. ഇതും അങ്ങ് കൊറിയയിൽ തന്നെയാണ്. വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ അവര് നിങ്ങളെ സ്വാഗതം ചെയ്ത് നിങ്ങളുടെ വിശപ്പകറ്റുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇന്ത്യക്കാർക്ക് അവിടെ പ്രവേശനമില്ലെന്ന് എല്ലാ ഹോട്ടലിലെ ഫ്രണ്ടിലും ബോർഡ് എഴുതി. Notice, Pakistani and Indian mans don't follow the rules often can't enter our store. You must have an early real idea. വെച്ചിട്ടുണ്ടാവും അവർ. ഇവിടെ ഒരൊറ്റ സത്യഭാമയേ ഉള്ളൂ, പക്ഷെ അവിടെ ഒരു കൂട്ടം സത്യഭാമമാരുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഈ നമ്മുടെ നാട്ടിലെ ഈ പെമ്പിള്ളാരോടും അല്ലെങ്കിൽ ഈ BTSനെ ഫോളോ ചെയ്യുന്ന ഒരാളെ നമുക്ക് മറ്റേ ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. നമ്മളത് എത്രയെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യണം. ചിലർ എത്ര ഫീഡ് ചെയ്താലും വരല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത ജാസ്മിനെയാണ് എനിക്കിഷ്ടം. എല്ലാരും ഇഷ്ടമല്ലാത്ത ജാസ്മിനാണ് എനിക്കിഷ്ടം. ഓരോരുത്തരുടെയും ചിന്താഗതിയും ഓരോരുത്തരുടെയും മറ്റേ ഇതും വേറെ വേറെ അല്ലേ. അപ്പൊ പറയാം, അത് നമുക്ക് ഒരാളെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റൂല. പക്ഷേ 13ാമത്തെ വയസ്സിൽ മറ്റേ കൊറിയ പോകാനെന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നത് മണ്ടത്തരമാണ്. അത് മറ്റേ വല്ലാത്ത സൂക്കേടാണത്. മനസ്സിലായ? അത് വല്ലാത്ത സൂക്കേടാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കൊറിയ പോകാൻ ബാഗ് എടുത്ത് അവള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിക്കണം രാവിലെ 13ാമത്തെ വയസ്സിൽ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച്
നൂറായുസാ ജാസ്മിന്, 100 ആയുസ്, 100 ദിവസം ബിഗ് ബോസില്. കണ്ടോ, നമ്മള് പറഞ്ഞപ്പോ കൊച്ചു വന്ന് 100 ആയുസാണ് മോളെ, 100 ദിവസം. അണ്ണാ വൈഫ് എന്ത് ചെയ്യേ? പുള്ളിക്കാരി ഇവിടെ ഇല്ല, വരത്തില്ല. അതാണ്, ആ ധൈര്യത്തിലാണ്. ഇന്ന് ലൈവിലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇത് പറയണ്ട. പോടാ, ഇല്ല വെളുപ്പിനെ വരത്തുള്ളൂ പറഞ്ഞു. 3 മണി അത് നേരത്തെ ടാറ്റയൊക്കെ ഇട്ടായിരുന്നു, ഞാൻ കണ്ട. ആണോ? ഗബ്രി പുറത്തു പോയപ്പോൾ ജാസ്മിന്റെ വിഷമം കണ്ടുള്ള സങ്കടം കൊണ്ട് പറയുക, ബിഗ് ബോസ് വേണമെങ്കിൽ ജാസ്മിനെ കൂടി പുറത്തേക്ക് വിട്ടോളൂ. അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അത്. പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് സത്യം പറഞ്ഞ. ഈ നിലവില് ഓൾറെഡി കല്യാണം കഴിച്ചോ? ഞാൻ വിവാഹിതനല്ല. അല്ല, പ്രണയം ഉണ്ടായിരുന്നു. ഒരു പ്രണയം സൗണ്ടിന് ബേസ് കേട്ടോ. വിവാഹിതനല്ല. പ്രണയം ഉണ്ടായിരുന്നു. ഒരു പ്രണയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ആ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ട്രാജിക് ഇവന്റ് ആയിരുന്നു. ആര് തേച്ചു? അത് ആള് ഷീസ് നോ മോർ, ഇപ്പൊ ഇല്ല. ഇല്ലാന്ന് പറഞ്ഞാൽ ആള് ഭൂമിയിലില്ല. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ മുതൽ ഒരു 6 വർഷക്കാലം ഉണ്ടായിരുന്ന ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ അവര് വെള്ളത്തിൽ പോയി 98 ഫെബ്രുവരി 10-ാം തീയതി മരിച്ചു. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിച്ചില്ല എന്നുള്ളൂ. അതോടുകൂടി തന്നെ 98 ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് കൃത്യം ഒരു 2 മാസം മുമ്പ് അവര് ഇങ്ങനെ ഒരു ദുരന്തം വന്ന് പോയി. പിന്നെ ഒരു പെണ്ണ് വേണ്ടാന്ന് നമ്മൾ തീരുമാനം എടുത്തു. പിന്നെ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ലെന്ന്. അത് 6 വർഷത്തോളം ഒരാളുടെ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു സംഭവം. അല്ലാതെ നമ്മള് കാമപ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്തിരി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സഹപ്രവർത്തകയായിരുന്നു. പക്ഷെ ഈ ട്രാജിക് അതൊരു മനസ്സിൽ നിന്നും മായാതെ കിടക്കുകയാണ്. അത് വേറൊരു എല്ലാരും കൊണ്ടൊന്നും പറ്റൂലടാ, എല്ലാരും കൊണ്ടൊന്നും പറ്റൂല ഒരിക്കലും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതൊന്നും ഇതെന്താ എന്റെ ഈ പുറകിരിക്കുന്ന ചേട്ടനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആള് കൊട്ടിയൊക്കെ പാടും. നമുക്ക് എന്റെ അമ്മ എന്ത് നന്നായിട്ടല്ലേ പാടണേ. എന്തോരം കഴിവുള്ളവരുണ്ടാവും. പാർട്ട് 1 എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. യോണിക്സ് ജർമ്മൻ കണ്ണാപ്പി. ദൈവം നമ്മളവിടെ ഡ്രസ്സ് മാറിയപ്പോഴത്തേക്കേ നമ്മൾ രണ്ടുപേരും സ്പോട്ടിൽ ചത്തുപോയി. ഓട്ടടാ സാരമില്ല. ഇവിടുത്തെ ഡ്രസ് മാറിയപ്പല്ലേ? അല്ല, ആ ബഗ് റിപ്പോർട്ട് ചെയ്യാൻ വന്നേ. ദൈവം താങ്ക് യു. ഈ ആള് കൊള്ളാമല്ലോടാ. ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്ക് ആളാവാൻ പറ്റൂ. ഇത് നല്ല ദൈവമല്ലേ ഇവിടുത്തെ വിളിച്ച സ്പോട്ടിൽ വരുമല്ലേ. സിയോൺ സീൻ മാറ്റി. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. അല്ലെ ഞാൻ മാർഗി എടുത്തു പോ. പോലീസ് സംസാരിക്കാം. ഇവൻ ഒരാളോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ചങ്കിൽ അതാണ്. ഇന്ന് 2 മണിക്കൂറായിരുന്നു. വണ്ടി ഓരോരുത്തരത്ത് നിർത്തുമ്പോഴും ഓരോരുത്തരോട് സംസാരിക്കാൻ പോകുമ്പോഴും എന്റെ മനസ്സിൽ ഇതായിരുന്നു. എന്റെ മനസ്സ് പറയുന്നു. സാറേ പാർട്ട് 2 സാറേ മൈക്കാലം പമ്പ് വരെ പോവോ? വണ്ടി തുടങ്ങി നമ്മളെ വണ്ടിയാണ് സാർ. നിങ്ങള് സമൂഹ സേവ വണ്ടി കയറ്.
ഞാൻ കേറി വണ്ടി പറഞ്ഞാ പോരാ മരണ മാസ് അളിയാ വണ്ടി കയറ് ഞാൻ കേറി വണ്ടിയില് അളിയാ ഇതൊക്കെ വല്ലാത്ത കഴപ്പല്ലേ അല്ലേ? വെറുതെ ചോദിച്ചു മേടിക്കണതല്ലേ? FRP ഒന്ന് വരുമോ? ഹലോ സിയോണിക്സ് ഹലോ പറഞ്ഞു എക്സ്പ്ലെയിനിങ് സിറ്റുവേഷൻ. ഓക്കെ കണ്ടിന്യൂ കുഴപ്പമില്ല. ഓക്കെ ഗണ്ണുണ്ടോടാ നിങ്ങളുടെ സർവത്തെ? ആ ഉണ്ടെണ്ണ. വാ സാറ് കൈ അങ്ങ് നോക്കിയാട്ടെ. ഏത് കഴിഞ്ഞു? ഇല്ല നമ്മുടെ പയ്യൻ വരാറുണ്ട്. നമ്മുടെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ചാരായ നിരോധനം ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ബോബും ആ പുള്ളി കൂടെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുക. ഓണോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സൗണ്ട് അകത്ത് കേട്ടോണ്ടിരിക്കുക. അത് ഞാൻ നോക്കി എന്താ പുള്ളി ബന്ധം സംസാരിക്കും. ഓ അത് അപ്പൊ എന്റെ അടുത്തല്ലേ സംസാരിച്ചത്? அப்ப நான் பொட்டனா நான் செய்து கொண்டிருக்கேன். நான் பொட்டனா? TV കണ്ടാമി ബാൻ 11 ദിവസം ഷമി സർബത്ത് 2 2 ബോബ് 6 ദിവസം. ഓക്കെ കണ്ടിന്യൂ കുഴപ്പമില്ല. നേരും നെറിയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റൂ. കഴിഞ്ഞില്ല, ശിക്ഷ കഴിഞ്ഞില്ല, ഇനി ഇത് വിട്. അതിന് കാര്യമൊന്നുമില്ല, മതിയായി. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയായി. കണ്ണാവിടെ വേസ്റ്റ് ക്യാമിൽ എന്ത് കാറിനകത്താ? സീക്രട്ട് എന്താടാ സീക്രട്ട്? ജാതിയൊക്കെ അപ്പൊ എത്ര ഉള്ളൂ ഇന്നത്തെ ഡിസ്കോ ട്രോൾസ്? കണ്ണാപ്പി വന്നോ? എന്താണ് ആ കള്ള സിയോണിക്സ് കാണിച്ച പരിപാടി കണ്ടത്? എന്നിട്ട് 12 ദിവസം ഞാൻ പുറത്തിരുന്നത് ദൈവം കാരണം. എടാ സിയോണിക്സ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെന്തിനാ ബാൻ തന്നെന്ന് ചോദിച്ചുകൂടായിരുന്നോ? അണ്ണാ എന്നിട്ട് ബാൻ തന്നിട്ട് അവിടെ ഞാൻ VC പോയി. ഈ വലിച്ച പുള്ളിയെ വിളിച്ചിട്ട് ഈ വലിച്ച പോലീസുകാരനെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പൊ അവനും പ്രശ്നമില്ല. ഇവര് ബാൻ ഇനിഷ്യേറ്റ് ചെയ്ത് 11 ദിവസം. അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല ബ്രോ, ഞങ്ങൾ ഇത് ഒത്തുതീർത്തോളാം എന്ന് പറഞ്ഞു. ഈ ഞാനും ആ പോലീസുകാരനും ഞങ്ങൾക്ക് 2 പേർക്ക് FRP ഇല്ലെന്ന് പറഞ്ഞു. അപ്പഴത്തേക്ക് ബാൻ മാറ്റാൻ പറ്റൂല ബ്രോ, മാറ്റാൻ പറ്റൂലെന്ന്. ശരി, ഡിസ്കോ ട്രോൾസ് ലാസ്റ്റ് നോക്ക്. ലാസ്റ്റോ മര്യാദക്ക് ഇരുന്ന ഞാൻ മറ്റേ എടാ മോനെ വിളച്ചിലെടുക്കല് കേട്ടോ. എടാ ബാലൻ റിപ്ലൈ അയച്ചേക്കുന്നു. എടാ മോനെ വിളച്ചിലിറക്കല് കേട്ടോ. ബാലൻ എവിടെ? എവിടെ? അൺറിയൽ എഞ്ചിൻ. ഇതാരാണ് അൺറിയൽ? അണ്ണൊരു പയ്യൻ ചെറുതായിട്ട് പറ്റിച്ച് എന്നെയും. എന്താണ് എന്ത് ഈ വീഡിയോ കണ്ടോ? ഇവനെ കണ്ട് ഈ വീഡിയോ വേറൊരു പയ്യൻ ചെയ്തെന്ന് പറഞ്ഞു. ആരെ കൈയോടെ ആരാ ഇത് ചെയ്തത്? ഇത് ഫ്ലോറൻ. ഇത് എത്ര വർഷം മുമ്പ് ചെയ്തതാണ് പുള്ളി? നോക്കട്ടെ, എത്ര നാൾക്ക് മുമ്പ് ചെയ്തതാണ്. ഫ്ലോറന്റ് എവിടെയുള്ള ഒരാളാ? Probably took a year to make. It's incredible. Felt like I was watching a new Michael Bay movie. ബ്രോ എന്തിനിങ്ങനെ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ബ്രോ ഇങ്ങനെ ചെയ്തിട്ട് എന്തിനാണ്? ഈ റെട്രോ ഡിസൈൻസ് എന്ന് പറയണ ഈ ഒരു പേജ് ബൂസ്റ്റ് ചെയ്യാനോ? സീരിയസ്ലി ബ്രോ, ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ്? ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ റൂട്ടറിലില്ല. അവിടെ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഏതോ ഒരുത്തൻ എൻ്റെ ലൈവൊക്കെ എന്നും എടുത്തിടുന്നുണ്ട്. പക്ഷെ അത് കാണാൻ ആരും ഇല്ല. വേറൊരാളുടെ ടാലന്റ് അല്ലെങ്കിൽ വേറൊരാളുടെ ഇത് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഒന്നും ചെയ്യാനില്ല. ശരിക്കും പറഞ്ഞ ഞാൻ എന്തൊക്കെ പൊക്കലാണ് നിന്നെ പറ്റി. നീ ഫാർ ബെറ്റർ ആയി, നീ മറ്റേ ഇതായി, നിനക്ക് ആ സാധനം വളർന്നു. അന്ന് വന്നപ്പോ ഇച്ചിരി ഉള്ളായിരുന്നു, നിന്റെ വളർന്നിപ്പോ വലുതായി. ഞാൻ എന്തൊക്കെയാ നിന്നെ പറഞ്ഞു പൊക്കിയത്? പച്ച തന്തേരാണ് കാണിച്ചിട്ട് ചില്ലറ കഴപ്പാണോ നോക്കിയ അവന്? ചില്ലറ
അവന്റെ ഇവനെ ബാൻ ചെയ്ത് വിട്. ഇവനെ ആരെല്ലാം ഇവനൊക്കെ മറ്റേ അണ്ണാ ഇതെന്റെ ന്യൂ Subsidy വർക്കാണ്. എടുത്തിട്ട് ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. റേറ്റ് ഇറ്റ് ഔട്ട് ഓഫ് 10. ഫുൾ വർക്ക് ഓൺ അൺറിയൽ എഞ്ചിൻ. അൺറിയൽ എഞ്ചിനിലാണ് വർക്ക്. ലാസ്റ്റ് ഇത് മാത്രമാണ് സത്യം. ഇത് മാത്രമാണ് സത്യം. കള്ള കാട്ടവരാതി കൊലയാടി നിന്നെ അറിഞ്ഞ് ഞാൻ നിന്നെ പറ്റിക്കും ഞാൻ നിന്നെ. വാർത്താനം അത് ഡിലീറ്റ് ചെയ്തോളാം ഞാൻ. അത് ഡിലീറ്റ് ചെയ്ത് സംഭവം എന്ന് പറഞ്ഞാലേ ഇത് അണ്ണൻ കണ്ടശരി എന്ന് പറഞ്ഞാൽ അണ്ണനെ എല്ലാ ആൾക്കാരും പറ്റിച്ചോണ്ടിരിക്കും. ഒറിജിനൽ മെസ്സേജ് വാസ് ഡിലീറ്റഡ്. അപ്പോഴത്തേക്കിന് അത് ഡിലീറ്റ് ആയി. അത് ആരാ മോഡറേറ്റേഴ്സ് ആരും ഡിലീറ്റ് ആക്കിയതാണോ അവൻ ഡിലീറ്റ് ആക്കിയതാണോ? അവൻ തന്നെ കള്ള ഓരോ ഡിലീറ്റ് ആയി. എന്ത് ചെയ്ത് ഡിലീറ്റ് ആയടാ. അണ്ണാ ഓഡിറ്റ് ലോഗ് എടുത്തോ കണ്ട സെറ്റിംഗ്സ് ഓഡിറ്റ് ലോഗ് എടുത്ത് നോക്ക്. പാസ്വേഡ് ഒന്നും കാണിക്കില്ല ഡിസ്കോഡില്. സെറ്റിംഗ്സില് ഓഡിറ്റ് ലോഗ് എവിടെയാടാ? സർവർ സെറ്റിംഗ്സ് ഇത് അണ്ണന്റെ സെറ്റിംഗ് ഉണ്ടോ? അതിന്റെ മേളിലാണ് മേളിലാരോ ഉണ്ടോ? സ്ക്രീൻ ഷെയർ കണ്ടോ? അതിപ്പുറത്തോട്ട് നീക്ക്. സ്ക്രീൻ സ്ട്രീമർ മോഡ് എനേബിൾ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും വെളിയെല്ലാം പോവില്ലല്ലോ. ഒന്നും പോകുന്നില്ല. ഡിസേബിൾ ആക്കൂല. ഇനിതോ എനേബിൾ സീരിയൽ മോഡ് മാറ്റി. അത് മാറ്റി. കക്കാശി നൂബ് ബാൻഡ് ഇഞ്ചി മോൻ പേരൊക്കെ അല്ല മറ്റേ ഇവന്റെ കേസ് നോക്ക്. മറ്റേ എന്താ മറ്റേ ഒരു കള്ളത്തരം കാണിച്ചേ? ഇല്ല 12:51 ഇവൻ ബാൻ ചെയ്തപ്പോ പോയതാണ്. ഇവൻ ഇഞ്ചിമോനാണെന്ന് തോന്നുന്നു അത് പോസ്റ്റ് ഇട്ടത്. അല്ലേ റെട്രോ ഡിസൈൻസ് ആണ് പോസ്റ്റ് ഇട്ടത്. അവന്റെ റിയൽ പേര് ഇഞ്ചിമോൻ പേരാണ് ഇഞ്ചിമോൻ. R34 ഓൾസോ സ്കാംഡ് അസ്. അതെന്താ? അതെനിക്കറിഞ്ഞ R34 പറ്റിച്ചു, അവനും പറ്റിച്ചു. അത് ഒരു ഊമ്പേ ലീഡറിനെ അങ്ങനെ സ്കാം ചെയ്തതാണ്. അതായിരുന്നു പ്രോപ്പർ സ്കാം. അത് ഇത് നമ്മൾ സ്ഥിരം എല്ലാരും പറ്റിക്കല്ലാണ്. ഇപ്പൊ കള്ള എല്ലാം കള്ളൻ. ഇന്ന് ഫുള്ള് സ്കാം ആയിരുന്നു. ഇന്ന് ഫുള്ള് സ്കാംസ് ആയിരുന്നു. ഇന്ന് ഫുള്ള് കഴിവറ മക്കള്. എടാ അപ്പൊ ഞാനങ്ങോട്ട് നിർത്തുവാ. അപ്പൊ കണ്ണാപ്പി ഇന്ന് സൈൻ ഓഫ് പറഞ്ഞോ.